വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതം പാടിയതിനെ പിന്തുണച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് NS നുസൂർ കുട്ടികൾ പാടിയത് വിവാദ ഗാനമല്ലെന്നും താനും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിരുന്നുവെന്നും NS നുസൂർ പറയുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗണഗീതം പാടിയതിനെ വിമർശിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ പ്രതികരണം ഉണ്ടാകുന്നത്. BJP നേതാവ് K സുരേന്ദ്രൻ സതീശനെ പരിഹസിച്ചുകൊണ്ട് നുസൂറിന്റെ പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തു നിലപാടാണ് അതായത് നമ്മൾ നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കണ്ടു, വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് കണ്ടു. കോൺഗ്രസ് ആകെയും ഇതിനെ എതിർത്തുകൊണ്ട് ഗണഗീതം പാടാം, RSSകാർക്ക് അവരുടെ പരിപാടിയിൽ പാടാമെന്നും ഉൾപ്പെടെയാണ് സതീശൻ പറഞ്ഞത്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ പോസ്റ്റ്. അക്ഷയ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്ന ഈ അവസരത്തിലാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള, അതായത് ഈ ഗണഗീതം പാടിയതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണം വന്നിരിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസ് നേതാവ് ആയ NS നുസൂറിൻ്റെ പ്രതികരണമാണ്. NS നുസൂർ പരസ്യമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: എന്ത് മനോഹരമായാണ് കുട്ടികൾ ഈ ഗാനം പാടിയത്. അതൊരിക്കലും ഒരു വിവാദ ഗാനമല്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിരുന്നു. ഇന്നും അത് തുടർന്ന് വരുന്നുമുണ്ട്. പിന്നെന്തിനാണ് ഈ ഗാനം RSSന് തീരെഴുതുന്നത്? അവർ പാടുന്ന ഗാനങ്ങളെല്ലാം അവരുടേതാണ് എന്ന ചിന്താഗതി എല്ലാവരും മാറ്റിയേ തീരൂ. ഗാനം ആലപിച്ച കുട്ടികൾക്ക് ആശംസ നേരുന്നു എന്ന് പറഞ്ഞ് ഈ പോസ്റ്റിനൊപ്പം തന്നെ ഈ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം, നുസൂർ ഇപ്പോൾ സംഘടനയിൽ അസംതൃപ്തനായി നിൽക്കുകയാണ്. സംഘടന ചുമതലകൾ പ്രഖ്യാപിച്ചപ്പോൾ നുസൂറിന് ചുമതലയില്ല. ശശി തരൂരുമായും അതുപോലെ തന്നെ ചാണ്ടിയുമ്മനുമായെല്ലാം അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. ഏറ്റവും പ്രധാനം, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് ഡീൻ്റെ സമയത്ത്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഷാഫി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കുറച്ചു കാലം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചുമതലകളെല്ലാം വഹിച്ച NS നുസൂറിന്റെ പ്രതികരണമാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമാണ്. എന്തായാലും ഇപ്പോൾ KPCCയുടെ സെക്രട്ടറി പട്ടികയെല്ലാം തന്നെ ഇനി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിലെല്ലാം തന്നെ ഇടം നേടാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് NS നുസൂർ. അപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് അത്. ഇതൊരു ഗണഗീതമല്ല എന്നാണ് NS നുസൂർ പറയുന്നത്. പക്ഷേ RSSന്റെ ശാഖകളിൽ പല കാലഘട്ടങ്ങളിൽ ഒരുപാട് ഗണഗീതങ്ങൾ വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രചാരം ലഭിച്ച ഒരു ഗണഗീതമാണ് വന്ദേ ഭാരതിൽ ഇന്നലെ കുട്ടികൾ ആലപിച്ചത്. അപ്പോൾ ഇത് ഗണഗീതമല്ല, എല്ലാവരും പാടുന്ന ഗാനമാണ്. അത് RSSന് തീരെഴുതേണ്ട എന്ന അഭിപ്രായമാണ് NS നുസൂർ. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. ഏതൊക്കെ സ്കൂളുകളിലാണ് ഇപ്പോഴും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയിൽ ഈ പാട്ട് പാടുന്നത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ നമ്മളാരും പഠിച്ച പാട്ട് ഇതല്ല, ഗൈഡ്സിൻ്റെയോ അല്ലെങ്കിൽ സ്കൗട്ടിൻ്റെയോ ഒന്നും പരിപാടിക്ക് വേണ്ടി ഒരിക്കലും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകും.